എന്താ പ്രശ്നം? ഗ്ലോറിയുടെ അമ്മയ്ക്കും വാര്യർ സാറിനും പുറകെ ആരാ അങ്കിളിനെ ഭീഷണിപ്പെടുത്താൻ വന്നത്? പറയ്. ഇതെന്റെ തീരുമാനമാണ്. എന്ത് പ്രതിഷേധം ഉണ്ടായാലും നിങ്ങളത് സ്വീകരിച്ചേ പറ്റൂ. പറ്റില്ല. നമ്മുടെ തലയ്ക്ക് മീതേക്ക് വളരാൻ ഗ്ലോറിക്ക് അവസരം ഒരുക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്കിളിനേക്കാൾ ഗ്ലോറിയോട് മത്സരിച്ചത് ഞങ്ങളാ. ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അച്ഛാ പ്ലീസ്, അച്ഛൻ ഇക്കാര്യമൊന്നും അറിയണ്ട. എല്ലാം ഞങ്ങൾ നോക്കില്ലേ. കാരണം പറയാതെ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക അങ്കിൾ. വൈരാഗ്യത്തോടെ അല്ലെങ്കിലും വാശിയോടെ ഞങ്ങൾക്ക് നിഷേധിക്കേണ്ടി വരും. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു. എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആരും അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതെനിക്ക് നിർബന്ധമാണ്. നന്നായി അങ്കിൾ. ഇപ്പോഴെങ്കിലും സ്ഥാനം ഓർമ്മിപ്പിക്കാൻ അങ്കിളിന് കഴിയും. ഞാൻ സ്റ്റാഫാ. ദേവ് അസോസിയേറ്റ്സിലെ അനുസരിക്കാൻ ബാധ്യതയുള്ള വെറും ഒരു സ്റ്റാഫ്. ഇത്രയും കാലം എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ദേവ് അസോസിയേറ്റ്സ് എന്റെയും കൂടിയാണെന്ന്. ഞാൻ പോവാ സോഫി. ഇത്രയും കാലം ചങ്കുറപ്പുള്ള ഒരാണായിട്ടാ ഗ്ലോറിയുടെ മുമ്പിൽ ഞാൻ നടന്നത്. ഒറ്റ ദിവസം കൊണ്ട് ആണും പെണ്ണും കെട്ടവന്റെ വേഷമെടുത്ത് അണിയാൻ എനിക്ക് പറ്റില്ല. ഈ തീരുമാനം ആരെ സന്തോഷിപ്പിക്കാനായാലും ഞങ്ങളുടെ നെഞ്ചത്ത് അങ്കിൾ ചവിട്ടിയത്. എന്നും അങ്കിളിനെ കുറിച്ച് അഭിമാനം തോന്നിയിട്ടുണ്ട് എനിക്ക്. പുച്ഛമായിപ്പോ തോന്നുന്നു. അങ്കിളിനെ കൊണ്ട് കാല് തുടപ്പിക്കുന്ന പണ്ട് വെല്ലുവിളിച്ചിട്ടുണ്ട് ഗ്ലോറി. ഇപ്പൊ അറിഞ്ഞോ അറിയാതെയോ അത് തന്നെ അങ്കിൾ ചെയ്യുന്നു. ഇതിലും ഭേദം ചാവുന്നത് അങ്കിൾ. അച്ഛാ, ആദർശിന് പോവേണ്ടി വന്നത് അച്ഛന്റെ ലക്ഷ്യം തെറ്റിയ മനസ്സിനോട് പ്രതികരിച്ച. ആദർശനെ വെറും ഒരു ജോലിക്കാരനെന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ അച്ഛൻ ഒരുപാട് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടാവണം. ആദർശനില്ലാത്ത സ്ഥാനങ്ങൾ ദേവ് അസോസിയേറ്റ്സിൽ എനിക്കും വേണ്ട. ഇനി ദേവ് അസോസിയേറ്റ്സ് അച്ഛന്റേതാ. ഞാൻ ഇനി അതിന്റെ പഠിച്ചവിട്ടില്ല. സങ്കടമുണ്ട് എനിക്ക്, എന്റെ അച്ഛൻ ഇത്രയും തരം താഴ്ന്നു പോയതിൽ. പ്രതികരിക്കാനല്ല, എന്നാലും ഒന്ന് അറിയാനാ. എല്ലാവരും വെറുപ്പിച്ച് പിന്മാറാമെന്ന് ആർക്കാ അച്ഛൻ വാക്ക് കൊടുത്തത്? പറയൂ. നിന്റെ അമ്മയ്ക്ക് മരുന്ന് കഴിക്കാതെ വാശി പിടിച്ച് കിടന്നിട്ടാ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഞാൻ ചെന്ന് ചോദിച്ചപ്പോ ടെൻഡറിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് അവൾ എന്നോട് പറഞ്ഞു. അവളുടെ മരണം ആഘോഷിച്ചിട്ട് ഞാൻ വിജയം വെട്ടിപ്പിടിക്കണമായിരുന്നു. തോൽവിയാ, ആണും പെണ്ണും കെട്ട രീതിയാ. പക്ഷേ അച്ഛനും എന്റെ അമ്മയെ തിരിച്ചു വേണം. നമ്മുടെയൊക്കെ ഒപ്പം ജീവിക്കണം. ആരും മനസ്സിലാക്കണ്ട എന്നെ. പേടിയാ. ആ പേടി ദേവനെ തോപ്പിച്ചു, ദേവ അസോസിയേറ്റ്സിനെ തോപ്പിച്ചു.
സാർ അറിഞ്ഞില്ലേ?